പട്ടാമ്പിനേക്കാൾ കണക്ടിവിറ്റി തൃശ്ശൂരാണ്. കൊച്ചിക്കാർക്കും തൃശ്ശൂർ വലിയ ദൂരമില്ല. അങ്ങനെ നോക്കിയപ്പോൾ ഇത് കേരളത്തിൻ്റെ നടുഭാഗമാണ്. സോ അങ്ങനെ വെച്ച് എല്ലാവരും ഉൾക്കൊള്ളിച്ച് ഒരു വലിയ ഒരു ഫംഗ്ഷനിലൂടെ കല്യാണം തീർക്കുക. ഈ ഒരു ആഫ്റ്റർ പാർട്ടി കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കുറേ നമ്മുടെ ഏറ്റവും നിങ്ങൾ അറിയുന്നുണ്ടല്ലോ സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ കൂടി ഞങ്ങളുടെ കയ്യിലായിരുന്നില്ല, അവരെന്നെ ഏറ്റെടുക്കുകയായിരുന്നു. വിളിച്ചതിൽ ഒരുപാട് പേര് വന്നു, ഒരുപാട് പേർക്ക് വരാൻ പറ്റിയില്ല. പല ആൾക്കാരും മെസ്സേജ് അയച്ച് അറിയിച്ചു. കുറേ പേര് എൻ്റെ ഒരു അച്ഛനമ്മയൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു. ലാസ്റ്റ് നിമിഷം വരെ വരണം എന്ന് വിചാരിച്ചു. എൻ്റെ അച്ഛനമ്മയൊക്കെ വന്നു തോന്നുന്നു. കുട്ടി ഷെട്ടി മെസ്സേജ് വന്നു. കുറേ പേര് ലാസ്റ്റ് നിമിഷം വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. ബട്ട് ഹാപ്പി. കാരണം എനിക്ക് പല കല്യാണങ്ങൾക്കും വിളിച്ച കല്യാണങ്ങൾക്ക് പോകാൻ പറ്റാറില്ല. ചില കാര്യങ്ങളാകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. പിന്നെ വിളിച്ചവരൊക്കെ വന്നോ സത്യം പറഞ്ഞ് ചോദിച്ചാൽ അത് മനസ്സിലാക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല. ഞങ്ങൾക്കൊക്കെ ഉള്ളൊരു പോകയാണ്. പിന്നെ ആരൊക്കെ വന്നു ആരൊക്കെ വന്നില്ല അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നൊരു സിസ്റ്റം. ഞാൻ പറഞ്ഞു കുറേ കഴിയുമ്പോൾ മോണോട്ടോണസ് ആയി പോകും. പിന്നെ ഒരു 3-3.5 മണിക്കൂറായി ഇവിടെ നിൽക്കണം. ഇത്രയും ആൾക്കാരെ കാണുമ്പോൾ എല്ലാവരും വന്നോ ഇല്ലയോ ഒന്നും മനസ്സിലാവില്ല. പക്ഷെ കുഞ്ഞി ആൾക്കാരുണ്ടായിരുന്നു. ഫ്യൂച്ചർ പ്ലാൻ ഇപ്പോൾ പറയാൻ പറ്റിയൊരു മാനസികാവസ്ഥയാണ്. ഞങ്ങൾക്ക് ഇപ്പോഴത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുക, ബോധാവസ്ഥ വീണ്ടെടുക്കുക. രണ്ടുപേരും സിനിമയിൽ ഉണ്ടാവോ? അതൊന്നും പറയാറായിട്ടില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ ഇത്രയും ഗഹനമായ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ പറ്റിയ അവസ്ഥയല്ല. അതുകൊണ്ടാണ്. എന്തായാലും ഇപ്പോൾ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. എല്ലാവരുടെയും സ്നേഹവും എല്ലാവരുടെയും ആശീർവാദവും ഒക്കെ കൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. ആ ഒരു സന്തോഷത്തിലാണ്. സാന്ത്വന സീരിയൽ തീർന്നില്ലല്ലോ, 1000 എപ്പിസോഡിന് ശേഷം തീർന്നല്ലോ. അപ്പം ഇനി അടുത്തത് വേറെ എങ്ങനെ സീരിയൽ ഓക്കെ താങ്ക് യു സോ മച്ച്. ഭക്ഷണം കഴിച്ചിട്ട് പോണേ. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.